സ്വാഗതം. ഇപ്പൊ ശരിയാക്കി തരാം. പവർഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരിയിൽ തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടു നമ്മുടെ HM കോളേജിലെ കുട്ടികൾ നല്ല വൈബായിട്ട് സൂപ്പറായിട്ട് കുറെ പെർഫോം ചെയ്തു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അടുത്ത എപ്പിസോഡും അതേ കോളേജിലാണ്, മഞ്ചേരിയിലാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണ്ണാച്ചിക്ക സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഒട്ടും തന്നെ വൈകാതെ നമുക്ക് ക്യാമ്പസിലോട്ട് പോകാം. ചന്ദ്രരേഖ എന്ന് പറയുന്ന അതിമനോഹരമായ സിനിമ, ലാലേട്ടനും ശ്രീനിവാസൻ സാറും കൂടെ അതിമനോഹരമായിട്ട് തകർത്ത് അഭിനയിച്ചൊരു സീനുണ്ട്. ഹോസ്പിറ്റൽ സീൻ കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു സീൻ. അതാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പൊളിയാക്കുക എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് തന്നെ പോയി നോക്കാം. സ്വാഗതം. ഇപ്പൊ ശരിയാക്കി തരാം. പവർഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. കഴിഞ്ഞ ദിവസം നമ്മൾ HM കോളേജിന്റെ ചുണക്കുട്ടികളെ കണ്ടു. ബാക്കി ഒരു സെറ്റ് ഇവിടെ സെറ്റായി നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യണം, നമ്മൾ അതിലേക്ക് വരുന്നു. ഇപ്പൊ നമുക്ക് വിളിക്കാം. ആദ്യമായിട്ട് ആരെയാണ് ഈ വിളിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞു, ആര് വിളിക്കണം ആദ്യമായിട്ട്? യെസ്, റഷ. വരൂ, കടന്നു വരൂ. ഇപ്പുറത്തേക്ക് വരൂ. ഹായ് റഷ. ഹായ്. റഷയുടെ പേരാണല്ലോ ഇവർ ആദ്യം തന്നെ പറഞ്ഞു. എന്താ റഷയ്ക്ക് എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നു. സന്തോഷം തോന്നുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങൾ ഇവരുടെ പറ്റിയൊക്കെ ചോദിക്കണം. അതിന് മുമ്പ് റഷ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? സൈക്കോളജിയിൽ എന്താണ് മുന്നിലേക്ക് പോയിട്ടുള്ള ഉദ്ദേശം? പഠിച്ചിട്ട് ആ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യാനാണോ, അതല്ലെങ്കിൽ അത് വീട്ടൊക്കെ പോകാനാണോ? സൈക്കോളജിസ്റ്റ് ആകണം. ആവും, പൊളിക്കും. ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു സാധനം ചെയ്തിട്ട് ഇവരെല്ലാം പൊളിപ്പിക്കും. നമ്മൾ പൊളിയരുത്, തുടങ്ങല്ലേ, പോവല്ലേ. പക്ഷെ പാട്ട് പാടും, മോണോ ആക്ട് ചെയ്യും, മിമിക്രി ചെയ്യും, ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മളിപ്പോൾ പോകാൻ പോവാണ്. ഞാൻ ഒരു ആക്ഷൻ തരും, അതിലേക്ക് തുടങ്ങിക്കോണേ. ഓക്കെ, 3, 2, 1 ആക്ഷൻ. ഇന്നലെ പാതി ചത്തൊരു ശവത്തെ നാട്ടുകാരെല്ലാരും കൂടി എന്റെ തലയിലോട്ട് വെച്ച് തന്നില്ലേ? എന്നിട്ട് അവളെ താങ്ങി പിടിച്ച് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ പണ്ടാരങ്ങൾ എല്ലാരും കൂടി എന്റെ തലയിൽ പിടിച്ചു വലിച്ചോണ്ട് ആശുപത്രിയിലോട്ട് കയറ്റി. പിന്നെന്താ എന്നിട്ട് ഏതാണ്ട് ചവർ പേപ്പർ എടുത്ത് ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ അവർ തന്ന പേപ്പറിലെല്ലാം ഒപ്പിട്ടു. അതോടെ ഞാൻ അവളുടെ നായരായി. ആ പെട്ടി എടുത്ത് ഈ പെട്ടി എടുത്ത് അവരെന്റെ തലയിലോട്ട് കയറ്റി വെച്ച് തന്നു. താങ്കൾ വിളിച്ച ഈ നമ്പർ ഇപ്പോൾ നിലവിലില്ല, കൃപയാക്കരെ. എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. അതാണ് ഞാൻ അവിടെ രക്ഷപ്പെടാൻ നിന്നപ്പോ നിന്റെ മുടിഞ്ഞ മാമൻ എന്റെ ഒലക്കേല മൂടും നശിച്ച് കുറെ പോലീസുമാരുമായി അവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. പുലിവാല ആവണ്ട എന്ന് കരുതി ഞാൻ അവിടെ ആരെ കണ്ണിൽ പെടാതെ അവിടെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ പെട്ടി കെട്ടി പിടിച്ച് അവിടെ കുത്തിയിരുന്നു ഇരിക്കുക. ഇന്നലെ രാത്രി പാതി ചത്ത ശവത്തെ നാട്ടുകാരെല്ലാരും കൂടി എന്റെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ? അവളെ താങ്ങി പിടിച്ച് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് ആശുപത്രിയിലോട്ട് കയറ്റിവിട്ടു. എന്നിട്ട് ഏതാണ്ട് ചവർ പേപ്പറിൽ അവരെന്നെ കൊണ്ട് ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ അവർ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഒപ്പിട്ടു. അങ്ങനെ ഞാൻ അവളുടെ നായരുമായി. ഈ പെട്ടി എന്റെ തലയിലോട്ട് കയറ്റി വെച്ചിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടാതിരുന്നപ്പോൾ നിന്റെ മുടിഞ്ഞ മാമൻ ഒലക്കേടെ മൂട് കുറെ പോലീസുകാരുമായി അന്വേഷിച്ച് നടന്നപ്പോ അതല്ലേ കഷ്ടം. അയാളെ കണ്ടപ്പോ ഞാൻ അയാളെ കണ്ണിൽ പെടാതിരിക്കാൻ പെട്ട് പുലിവാലാവണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ആ പെട്ടി കെട്ടിപ്പിടിച്ച് ഞാൻ അവിടെ ഇരിക്കുക. ഇപ്പോഴാ സംഗതി ക്ലിയർ ആയത്. ഭാഗ്യം നാട്ടുകാരും കണ്ടില്ല. പാട്ട് പാടാം. അത് കഴിഞ്ഞിട്ടല്ല, പാട്ട് പാടിയിട്ട് കഴിയാം. ഓക്കെ, മൈക്ക് പിടിച്ചോ. 16 साल की
प्यार से दामना दूर बारीक है सात जामोन की पहली बारीक है दूर का एक मैसरा और तेरा है दूसरा तुझसे बीच में कोई धड़क है ना जो मेरे मंजिलों को जाती है. അടിപൊളി അടിപൊളി. ഡിവൈൻ ഹാപ്പിനെസ്, ദൈവീക അനുഭൂതി. താങ്ക് യു സർ. യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. വരൂ. ഇപ്പുറത്ത് ഇവിടെ. അല്ല ഇവിടെ എൻ്റെ സൈഡ് ഇതാ. എന്ത് പറ്റി? എനിക്ക് ഇവിടെ ഇതാണെന്നാലുള്ള കോൺഫിഡൻസ്. ആണോ? ശരി, എനിക്കൊരു മോചനം കിട്ടി, ഞാനും ഇപ്പുറത്ത് വന്നു. അപ്പൊ ഇന്ന് കോൺഫിഡൻസ് ഫുള്ള് കോൺഫിഡൻസ് ആയിട്ട് മൊത്തത്തിൽ തകർക്കും അല്ലേ? എന്താ പഠിക്കുന്നത്? സൈക്കോളജി PG. പേര് നയന. നയന. അപ്പൊ സൈക്കോളജിയാണ്, PG ആണ്. അപ്പൊ എന്തൊക്കെ ചെയ്യുമല്ലോ? മോണോ ആക്ട് ചെയ്യും, പാട്ട് പാടുന്നൊക്കെയാണല്ലോ കേട്ടെ. പാട്ടറിയൂല. മോണോ ആക്ട് ചെയ്യും ചെറുതായിട്ടൊക്കെ. ചെറുതായിട്ട്. അപ്പൊ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഇതിലേക്ക് പോവാം. 3, 2, 1 ആക്ഷൻ. ഇന്നലെ രാത്രി പാതി എത്തൊരു ശവത്തിനെ നാട്ടുകാരെല്ലാം കൂടെ എന്റെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ, അങ്ങനെ കൊണ്ടുവരല്ലേ. എന്തായിരുന്നു ആ മുന്നേറ്റ സമയത്ത് നിങ്ങൾക്ക് തോന്നിയ ഒരു അപ്രാംശം, അല്ലെങ്കിൽ ആ നിമിഷത്തിൽ തോന്നിയ ആ ഒരു വികാരത്തെ എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുക? ആ ഒരു ദ്രുണ്യത. എന്നിട്ട് ഏതാണ്ട് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞ് അപ്പത്തെ വെപ്രാളത്തിൽ ഞാൻ അതിലൊക്കെ ഒപ്പിടുകയും ചെയ്തു. അതോടുകൂടി ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി എൻ്റെ തലയിലോട്ട് വെച്ചെന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ നിന്റെ ഒരു മുടിഞ്ഞ മാമ ഒൽക്കയുടെ മൂടും അന്വേഷിച്ചുകൊണ്ട് കുറെ പോലീസുകാരും കൊണ്ട് വരും. പോലീസുകാരും കൊണ്ട് നടക്കുന്നു, കറങ്ങി നടക്കുന്നു. പിന്നെ അയാളുടെ കണ്ണ് പെട്ടിട്ട് ഒരു പുലിവാലാണ്ടെന്നും കരുതി ഞാൻ അവിടെ തന്നെ പെട്ടി കെട്ടിപ്പിടിച്ചു, അനീതിയാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നു. അവിടെ കുത്തിയിരിക്കുക. വിളിച്ചോണ്ട് പോ. നിന്റെ ഒക്കെ കളിയാരോടാടാ? എന്നെ നിനക്കൊന്നും ശരിക്കും അറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യാം. ഓക്കെ ഞാൻ സിറ്റുവേഷൻ തരാം, അത് ചെയ്താൽ മതി. സിറ്റുവേഷനിൽ ചെറിയൊരു സാധനമാണ്, അതൊരു 2-3 ഇമോഷണലും ചെയ്യണം. വളരെ സിമ്പിളാണ്. നമ്മൾ കോളേജിൽ വരാനായിട്ട് ഫ്രണ്ട് നമ്മളെ വന്ന് വിളിക്കുന്നു, നമുക്ക് വലിയ പനിയും തലവേദനയാണ്, ഞാനിന്ന് വരുന്നില്ല, പൊക്കോ, അവരുടെ അടുത്ത് നീ പൊക്കോ. ഇത് നമ്മൾ ദേഷ്യത്തിൽ പറയണം. നീ കോളേജിൽ വരുന്നില്ലേ? ബാ. ഞാൻ വരുന്നില്ല. എന്താ വരാത്തെ? എനിക്ക് അവിടുത്തെ മിസ്സുമാരെ ഇഷ്ടമല്ല. അവസരം കിട്ടിയപ്പോ നീ എല്ലാം പറയുമല്ലേ ചെയ്യുന്നത്? ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നില്ല, ഞാൻ പറഞ്ഞില്ലാന്ന് വരുന്നില്ലാന്ന്. ഓക്കെ, ഇനി സങ്കടം, ഭയങ്കര സങ്കടം, വിഷമമാണ്, കരയുന്ന രീതിയിൽ കരഞ്ഞിട്ട്. നിങ്ങൾക്ക് വരുമല്ലേ? ആക്ടിംഗ് അല്ലേ, ഓൺ ആക്ട് ചെയ്യുന്ന ആളല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നീ വാ, കോളേജിൽ പോകാം. ഞാനൊന്നും വരുന്നില്ല, എനിക്ക് വയ്യ. ഇന്ന് വീട്ടിൽ നിന്ന് വിടണില്ല. ഇന്ന് വീട്ടില് റിലേഷൻ പൊക്കിയില്ല, എന്നെ വിടൂല പറഞ്ഞു. ഒന്നെന്നുള്ളല്ലോ. നീ അടുത്തൊരു ഇമോഷനാണ്, ഭയങ്കര ശൃംഗാരത്തിൽ വരണില്ല. എന്താ വയ്യ? അത് വേണം, അത് വേണം, അത് വേണം, വയ്യ. അന്ന് നിങ്ങൾ പറയോ, ഞാൻ ചോദിക്കാം. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ, രണ്ട് സംഭവിച്ചു. നമുക്ക് ക്ലാസ് പോവാ. എന്തിനോ? വാ, നമുക്ക് പോവാ. പോയിട്ടോ? നിന്റെ അവളവിടെ കാത്തു നിക്കുന്നില്ലേ? അവളോ? നിന്റെ ബെസ്റ്റി. എപ്പോ? ബെസ്റ്റി. പോണോ? എന്നെ വിടൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. മനുഷ്യനെ പണിയെടുത്ത് ജീവിക്കാനും സമ്മതിക്കില്ല നായിന്റെ മോൻ. എനിക്ക് സൈഡ് പ്രശ്നമുണ്ടോ? സൈഡ് പ്രശ്നമുണ്ട്. ആ സൈഡാ ഇഷ്ടം. ആ സൈഡാ? ഓക്കെ, തിരിച്ചു ചാടി വരൂ. ഓക്കെ, ഇഷ്ടപ്പെട്ട സൈഡ് കിട്ടി. ഇനി പറയൂ, പേരെന്താണ്? പേര് ലെന. പഠിക്കുന്ന സൈക്കോളജി ആണ്. ഗപ്പിക്കാത്ത ആരാധിക എന്നുള്ള പാട്ട് പാടാം. ഗപ്പിക്കാത്ത അല്ല, എന്നാലും പാടാം. ആരാധിക? അയ്യോ, പാട്ട് പാടാൻ അറിയാം. പാട്ട് പാടിയാൽ നമുക്ക് ടങ് ട്വിസ്റ്റർ ചെയ്യും. ഇപ്പൊ തന്നെ. ഓക്കെ, തുടങ്ങാം. അത് ചെയ്ത് തുടങ്ങാം. ഓക്കെ നോക്കാം. ഓക്കെ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിക്കപ്പോ കുണ്ടില് വീണിട്ട് എഴുന്നേറ്റ് പിന്നെയും കിണ്ടി കഴിഞ്ഞു. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട.
അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിക്കിയപ്പോ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കിണ്ടിയിലൊരു ആ, കുണ്ടിൽ വീണു. ആര് കിട്ടി. കിട്ടിയോ? എവിടെ കിട്ടി? ഇനി പറയണോ? വേണ്ട. വേണ്ട. അപ്പൊ പിന്നെ നമുക്ക് പോവാം അങ്ങോട്ടേക്ക്. അത് ചെയ്യുമോ കറക്റ്റ് ആയിട്ട്? ചെയ്യാം. നമുക്ക് തുടങ്ങാം. ഓക്കെ 3, 2, 1 ആക്ഷൻ. അയ്യോ കുമ്പിടിയല്ലേ? ഉണ്ണിയമ്മയാടോ? കുമ്പിടിയാ? അല്ല, ഞാൻ കാർത്തിയാനിയാ. ഇത് ബാലാമണിയാ? ഇന്നലെ പാതിരത്തൊരു ശവത്തെ എന്റെ മടിയിലോട്ട് ഇട്ട് തന്നിട്ട് ഞാൻ അങ്ങ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് ഏതാണ്ട് ഭണ്ഡാരങ്ങളൊക്കെ എന്നെയും കൂട്ടി ആശുപത്രിയിലോട്ട് കയറ്റി. അവിടുന്ന് ഒന്നുമില്ല എടുക്ക് പറയില്ലേ. ഒരു അക്ഷരം പെട്ടത്. എന്തേ? ഒന്നും വേണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങാനുള്ള ചപ്പ് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞപ്പോ അപ്പഴത്തെ വെപ്രാളത്ത് ഞാൻ അങ്ങ് ഒപ്പിട്ട് പോയി. അതോടെ അവൾ എന്റെ ദേവിയുമായി. ദേവിയോ? ഏത് ദേവി? ഏത് ദേവിയാ? ഈ കൊച്ചിനോട് പറഞ്ഞ പിന്നെ പഞ്ചായത്ത് മുഴുവൻ എന്നെ നാറ്റിക്കും. മേലെ നീ താമസിക്കും. ഇല്ല ഇല്ല ഇല്ല. ഞാൻ അവളുടെ രാധേ. രാധയോ? ദേവിയായത് ആദ്യം. ഇനി ശ്രീകൃഷ്ണൻ വരുമോ? അത് ഇവിടെ ഇരുന്ന കൃഷ്ണന്റെ വിഗ്രഹം കാണാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധി കാണിച്ചത്. അതോടെ ഞാൻ അവിടെ നായരുമായി. ഒരു പെട്ടി കയ്യിലോട്ട് വെച്ച് തന്നിട്ട് അന്ന് അവിടെ ഇരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റ്. ഇല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ അതിന്റെ ഇടയിലൂടെ പറയല്ലേ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അവിടെ ഒരു പെട്ടി എന്റെ തലയിലേക്ക് വെച്ച് ചെന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. ഇത് വെച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പം നിന്റെ മാമനും പോലീസുകാരും എല്ലാരും കൂടി വട്ടം ചുറ്റി നടക്കുന്നത് കണ്ടപ്പോ നാണം വന്നു. ഇല്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കണ്ണിൽ പുലിവാലാക്കണ്ടെന്ന് കരുതി രക്ഷപ്പെടാൻ വേണ്ടി നിന്നപ്പോഴാണ് എനിക്ക് ചെക്കാവുണ്ട്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ആ സമയത്ത് ആ പെട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് വിചാരിച്ച് നിൽക്കുമ്പം അവൾക്ക് മേലെ പോലീസുകാരും നിന്റെ മാമനും കൂടിയിട്ട് അവിടെ കറങ്ങി നടക്കുന്നത് കണ്ടു. അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ, പുലിവാലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിധിയാക്കുന്ന ഭൂതത്തെ പോലെയാണ് അവിടെ കാവലിരുന്നു. രക്ഷപ്പെട്ടു. നിന്റെ പരിശ്രമം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു നീ കയറി വരുന്നു, ഈ നിലയിലെത്തുന്നു. എന്തേ ഇത്ര ലേറ്റ് ആയേ? എന്താ പേര്? റിൻഷ. റിൻഷ. ഏത് കോഴ്സാ പഠിക്കുന്നത്? ഞാൻ സൈക്കോളജി. സൈക്കോളജി. തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ 3, 2, 1 ആക്ഷൻ. ഇന്നലെ രാത്രി പാതിരാത്രി പോയി. പണ്ടാരം കാണുന്നില്ലല്ലോ. പണ്ടാരം കാണുന്നില്ലല്ലോ. അതല്ല പറഞ്ഞത്. നിങ്ങളോട് ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി. എന്റെ അമ്മേ. ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിനെ നാട്ടുകാരെല്ലാരും കൂടി എൻ്റെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ. ഞാൻ അവളെ താങ്ങി പിടിച്ച് ആശുപത്രിയിലേക്ക് ചെന്നു. അവിടെ കുറേ ഭണ്ഡാരങ്ങൾ എന്നെ പിടിച്ച് വലിച്ച് ആശുപത്രിയിലേക്ക് കയറ്റി. എന്നിട്ട് ഏതാണ്ട് കുറേ ചവർ പേപ്പറിലൊക്കെ തന്നിട്ട് ഞാൻ അവിടെ ആ വെപ്രാളത്തിൽ ഞാൻ അവിടെ കുറേ ഒപ്പിട്ട് കൊടുത്തു. എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. അതോടെ ഞാൻ അവിടെ നായരുമായി. എന്നിട്ട് ആ പെട്ടി എൻ്റെ തലയിലോട്ട് വെച്ചിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോൾ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കേലെ മൂടും അന്വേഷിച്ച് കുറെ പോലീസുകാരായിട്ട് അവിടെ കറങ്ങി നടന്നു. അയാളുടെ കണ്ണിൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പുലിവാലാക്കാതെ നിത് കാക്കുന്ന ഭൂതത്തെ പോലെ ആ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക. സാറേ, ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാ. സാർ ഇവനെ കൊണ്ട് പോയേ. പോടാ. ഈ പേരെന്താ കൂട്ടുകാരിയുടെ? ഇബ. 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 ഇബ ഏത് കോഴ്സ് പഠിക്കുന്നു? സൈക്കോളജി. സൈക്കോളജി പഠിക്കുക. നമുക്ക് പോവാം. ചെയ്യാം. ഓക്കെ 3, 2, 1 ആക്ഷൻ. ഇന്നലെ രാത്രി പാതി ചത്ത ശവത്തെ നാട്ടുകാരൻ്റെ മടിയിൽ വെച്ച് ഈ കമ്പനിയുടെ നട്ടല്ല ആലീസ്. അത് കണ്ടാലേ അറിയാം. അവളെ താങ്ങി പിടിച്ചുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നു. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ വലിച്ചു പിടിച്ച് ആശുപത്രിയിൽ കയറ്റി. ഏതാണ്ട് കുറെ ചവർ പേപ്പറുകളിൽ എന്നോട് ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ പറയുന്നിടത്തൊക്കെ ഞാൻ ഒപ്പിട്ടു. ഞാൻ പറയുന്നതൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ. ശരിയായില്ല, തീരെ ശരിയായില്ല. എന്താ കാര്യം? എന്താ അടിച്ചത് ശരിയായില്ല? ഇപ്പൊ ശരിയായ
അവർ പറയുന്നിടത്തൊക്കെ ഞാൻ ഒപ്പിട്ടു. അതോടെ ഞാൻ അവിടെ നായരുമായി. അവർ പെട്ടി എന്റെ തലയിൽ വെച്ച് തന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. ഏത് ചാനലിലാ? ഇവിടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അപ്പോഴും ഒന്ന് കാര്യങ്ങൾ അന്വേഷിക്കും. നീ എന്താ ഉദ്ദേശിച്ചേ? നല്ലത് തന്നെ ഉദ്ദേശിച്ചത്. ഏതാണ്ട് ഒരു പെട്ടി എന്റെ തലയിൽ വെച്ച് എങ്ങനെയാ അത് കൊണ്ട് ഏതാണ്ട് ഏതാണ്ട് ഒരു പെട്ടി എങ്ങനെയാലും അത് കൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ നിന്റെ മാമ ഒലക്കയുടെ മൂടും നിന്റെ മാമ ഒലക്കയുടെ മൂടും താങ്ങി പോലീസും കൊണ്ട് കറങ്ങി നടന്നു. നീ എന്തിനാ ഓരോ കാര്യത്തിന് ആവശ്യമില്ലാതെ ഓവർ ആക്ട് ചെയ്യുന്നേ? എന്നെ പോലെ നോർമൽ ആയിട്ടിരുന്നൂടെ? നീ നോർമലോ? അബ്നോർമല്? എന്റെ അമ്മോ. കണ്ണിൽ വെട്ടി പുലിവാലാകണ്ടല്ലോ വിചാരിച്ച് ഞാൻ പെട്ടിയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തോത്രം. എന്താ പേര്? ജതിൻ. ജിതിനെ പാട്ട് പാടാം. പിടിക്കോ, തുടങ്ങിക്കോ, പൊളിച്ചോളൂ. കാവലായി ചേകവരുണ്ടോ, ആശയായി നാളമൊന്നുണ്ടോ, കാടും നീ കരയും കാക്കും വീരനേതോ, ചെഞ്ചിരയിൽ നൊന്തു പിടയ്ക്കും വൻപിഴയിൽ നൂറും നോവും, ആറ്റുവാൻ രാവിലേറും സൂര്യനേതോ, വേലിതിൽ മണ്ണുരുകുമ്പോൾ മാരിയായി വിൺ തകരുമ്പോൾ ചില്ലകൾ ചേർത്തു വിരിക്കും ആശ്രയമേതോ, നാടുവാഴും രാജാവേതോ, വാളുയർത്താൻ കൈയുണ്ടോ, നിനവുണ്ടോ, നെഞ്ചുണ്ടോ, കനവുണ്ടോ, തീയുണ്ടോ, ഒരു ദേശമാകെ ഒന്നാവണം, അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൽ കീഴേ ഒന്നാവണം, നിനവുണ്ടോ, നെഞ്ചുണ്ടോ, കനവുണ്ടോ, തീയുണ്ടോ, ഒരു ദേശമാകെ ഒന്നാവണം, അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൽ കീഴേ ഒന്നാവണം. അടിപൊളിയായിട്ട് പാടി. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഇത് ഈ ഫീൽ നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ കിട്ടുമോ? നോക്കാം. എന്ത് യൂസ് ചെയ്യാം? ഇവിടെ സ്ഥലങ്ങൾ യൂസ് ചെയ്യാം, എന്നെ ചൂണ്ടി സംസാരിക്കാം, ഇവിടെ ഏത് രീതിയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, 1 2 3 ആക്ഷൻ. ഇന്നലെ രാത്രി പാതിയാത്തൊരു ശവത്തിന് നാട്ടുകാരെല്ലാം മടിയിലേക്ക് ചെന്നില്ലേ, അതിനെയും കൊണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് ആശുപത്രിയിലേക്ക് കയറ്റി. എന്നിട്ടാണെങ്കിൽ അവിടുത്തെ ഏതാണ്ട് ചപ്പ് ചവർ പേപ്പറുകളെല്ലാം എന്നെ ഒപ്പിടാൻ പറഞ്ഞു. ആ പേപ്പറിലാണെങ്കിൽ ഞാൻ അവിടെ ആ പേപ്പറിലൊക്കെ ഒപ്പിട്ടു. അതിനുശേഷം ഞാൻ അവിടെ നായരുമായി. എന്താണ് ആദ്യയുടെ കോമഡി സ്കിറ്റ് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലേക്ക് വെച്ച് തന്നിട്ട് ഇതുവരെ കുത്തിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇത് വെച്ച് രക്ഷപ്പെടാന്ന് വിചാരിച്ചപ്പോ നിന്റെ മാമ നിന്റെ മുടിഞ്ഞ മാമയും. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂട് അന്വേഷിച്ചുകൊണ്ട് കുറെ പോലീസുകാരായിട്ട് അവിടെ കടന്നിറക്കുന്നു. ഇനി അയാൾ കണ്ണിൽപ്പെട്ട് പുലിവാല കണ്ടെന്ന് കരുതി ആ പെട്ടിയും പിടിച്ച് നിധി കാക്കുന്ന പോലെ അവിടെ ഇരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എന്താ പേര്? ശരി. ഏത് കോഴ്സാ പഠിക്കുന്നത്? സൈക്കോളജി. ഫൈനൽ ഇയർ, ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതാ നേരെ പോവാം. പഠിച്ചിട്ടുണ്ടല്ലോ? ഞാൻ മറന്നു. കേട്ടോ, തുടങ്ങാം. 3 2 1 ആക്ഷൻ. ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തെ നാട്ടുകാരെല്ലാരും കൂടി എന്റെ മടിലോട്ട് വെച്ച് തന്നതല്ലേ. അവളെയും താങ്ങി പിടിച്ചുകൊണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് ഏതാണ്ട് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ അതിലെല്ലാം ഒപ്പിട്ടു. അങ്ങനെ ഞാൻ അവളുടെ നായരുമായി. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. എന്നിട്ട്
ഈ പെട്ടി എൻ്റെ തലയിലോട്ട് വെച്ച് തന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. ഇതുകൊണ്ട് എങ്ങനെയും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോൾ നിന്റെ ഒൽക്കയുടെ മാമ ശരിക്കും തന്നെ റോളർ കയറ്റി ഇറക്കണം. എന്തെങ്കിലും കയറ്റി ഇറക്കി എന്നെ കൊന്നാ മതി. നിന്റെ മുടിഞ്ഞ മാമ ഒൽക്കയുടെ മൂടും അന്വേഷിച്ച് കൊണ്ട് കുറെ പോലീസുകാരെയും കൊണ്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നീ ആളുടെ കണ്ണിൽപ്പെട്ട് പുലിവാലാവേണ്ടെന്ന് കരുതി നീതി കാക്കുന്ന ഭൂതത്തെ പോലെ ഞാൻ അവിടെ കുത്തിയിരുന്നു. പോരുന്നോ എൻ്റെ കൂടെ? അടുത്ത ജംഗ്ഷന് വിടാം, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കച്ചവടം കിട്ടും. എന്താ മറ്റേ പേര്? മോസിർ. മോസിർ. നല്ല പേര്. എന്ത് കോഴ്സ് പഠിക്കുന്നു? സൈക്കോളജി. സൈക്കോളജി പഠിക്കുന്നു. ഫസ്റ്റ് ഇയർ ആണോ? അല്ല, ഫൈനൽ ഇയർ. ഫൈനൽ ഇയർ. സൈക്കോളജി ഒറ്റ വാക്കിൽ സൈക്കോളജി എന്താണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്താണ് സൈക്കോളജി? നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊള ആൻസറാ. സൈക്കോളജി ഈസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് മെന്റൽ പ്രോസസ്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയും. ഓക്കെ 3, 2, 1 ആക്ഷൻ. ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിനെയും എൻ്റെ മടിയിൽ കിടത്തി താരാട്ട് പാടി ഉറക്കി. ഓമനക്കുട്ടാ ഉറങ്ങൂ കുട്ടാ പൊന്നിന്റെ പൊന്നാര മോനെ. ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിനെ നാട്ടുകാരെല്ലാരും പാടും കൂടി എന്റെ മടിയിലിട്ട് തന്നില്ലേ, അവളെയും വിളിച്ചോണ്ട് ഞാൻ ആശുപത്രിയിൽ പോയപ്പോ നീയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന് മണ്ട. അവളെയും തലയിൽ വെച്ചുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ ചെന്ന സമയത്ത് താങ്ങിക്കൊണ്ട് ആശുപത്രിയിൽ ചെന്ന സമയത്ത് അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെയും വലിച്ചു കയറ്റി, എന്നെയും ഹോസ്പിറ്റലിലേക്ക് വലിച്ചു കയറ്റി. എന്നിട്ട് കുറെ ചപ്പ് ചവർ പേപ്പറുകളും കയ്യിൽ വാരി തന്നിട്ട് അവിടെ ഇവിടെ ഞാൻ ആ വെപ്രാളത്തിൽ കുറെ ഒപ്പിട്ടു. നീ അങ്ങനെ പറയരുത്. ഞാൻ ആരാന്ന് പറ. വെപ്രാളത്തിൽ ഒപ്പിട്ടു. എന്നിട്ട് ഞാൻ അവിടെ നായരുമായി നിന്റെ മുടിഞ്ഞ മാമൻ എന്നിട്ട് ഒരു പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് തന്നു. എന്നിട്ട് നിന്റെ മുടിഞ്ഞ മാമൻ ഒരു ഒലക്കയുടെ മൂട് അന്വേഷിച്ചുകൊണ്ട് പോലീസുകാരുമായിട്ട് അങ്ങോട്ട് വന്നു. അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സമയത്ത് എന്ന് വിചാരിച്ചു. എവിടെ പോയത്? കാറ്റങ്ങ് പോയല്ലോ. താങ്ക് യു. മുഖത്ത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെളുക്കാൻ രക്തേന്ദ്രം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു. എങ്ങനെയും അയാളുടെ കണ്ണ് പെടാതെ രക്ഷപ്പെടാൻ വേണ്ടി ആ പെട്ടിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുവാ. ഒരാളെ പ്രത്യേകിച്ച് സെലക്ട് ഭയങ്കര പാടാണ്. എന്നാലും നമുക്ക് സ്വാഗതം ചെയ്യാം. റിൻഷ ഇവിടെ. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഓരോ ബൈറ്റിലും ടേസ്റ്റ്, ഓരോ ബൈറ്റിലും ട്രസ്റ്റ്, പ്ലസ് നമ്മുടെ പ്രീമിയം നൊസ്റ്റാൾജി ഉണർത്തുന്ന കേരളത്തിൻ്റെ രുചി. ഹാപ്പി. സ്വാഗതം ചെയ്യാം ലെന. എവിടെ? കടന്നു വരൂ. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ടെൻഡർ കോക്കനട്ട് വാട്ടർ താണ്ട കേരനാടിൻ്റെ പ്രകൃതിയിൽ നിന്ന് തുടങ്ങിക്കൂ. ഹാപ്പി. എന്നെ രോമാഞ്ച കഞ്ചുകനാക്കി ആരാണ്? വരൂ ജിതേൻ. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. കൂടാതെ നമ്മുടെ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. യെസ്, ഇനി സ്വാഗതം ചെയ്യാം. കയറി എന്നെ ഒരുപാട് ചിരിപ്പിച്ചു മുത്തേ. കയറി വരൂ, ഇങ്ങോട്ട് വരൂ. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. കൂടാതെ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. മുത്തേ, ഓൾ ദ വെരി ബെസ്റ്റ്. പൊളിക്കുക. ആദ്യമേ വരിക എന്ന് പറഞ്ഞൊരു ധൈര്യമാണ്. ആദ്യമേ വന്ന റഷയ്ക്ക് കമോൺ കയറി വരൂ. ഇവിടെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിടിക്കൂ. കൂടാതെ നമ്മുടെ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. ഹാപ്പി. ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കൊരു അസാധ്യ പെർഫോമൻസ് കാഴ്ചവെച്ച നയന ഇവിടെ വരൂ. എൻ്റെ സൈഡ് ആ സൈഡിൽ തന്നെ വേണം. അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിടിക്കൂ. അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിടിച്ചോളൂ. ഹാപ്പി. ഓൾ ദ വെരി ബെസ്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് വിട്ടു പോകാൻ തോന്നുന്നതേ ഇല്ല. HM കോളേജിൽ നമ്മുടെ മുത്തുമണികൾ 2 എപ്പിസോഡിൽ തന്ന വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സൂപ്പറായിരുന്നു, പൊളിയായിരുന്നു. അപ്പോൾ മഞ്ചേരിയുടെ ഭംഗിയിൽ നിന്നും താൽക്കാലികമായിട്ട് നമ്മൾ വിട പറയാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത കോളേജിലേക്ക് അവിടെ കുട്ടികൾ വെയിറ്റിംഗ് ആണ്. പോവാം. ബൈ.